മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ പഴയകാല ചരിത്രം ഓർമ്മിപ്പിച്ച് രമേശ് ചെന്നിത്തല. നേതാവായി ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണ ആളല്ല താനെന്ന് പ്രസംഗം. സൈക്കിളിൽ പോയി പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ ഭരണ മികവിനെ പുകഴ്ത്തി VM സുധീരനും രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് ഞാൻ KSUവിന്റെ ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിലെ യൂണിറ്റ് സെക്രട്ടറി ആയത്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ സുപ്രഭാതത്തിൽ പൊട്ടിവിടണമെന്നുമല്ല. നമ്മളൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലേക്ക് വളർന്ന് വന്ന നേതൃനിരകളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ പഴയ തലമുറ എന്ന് പറയുന്നതല്ല. ഓരോ ഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയ നേതാവാകാം. അന്ന് കഷ്ടപ്പെട്ട് നടന്നു മണിക്കൂറുകൾ നടന്ന് സ്കൂളുകളിൽ പോയി കേസ് ഉണ്ടാക്കി, സൈക്കിളിൽ പോയി കേസ് ഉണ്ടാക്കി. ഞങ്ങളൊക്കെ സൈക്കിളിൽ പോയിട്ടാണ് KSU യൂണിറ്റുകൾ ഉണ്ടാക്കുന്നത്. നിതിൻ സേവർ നൽകും വിശദാംശങ്ങൾ. നിതിൻ, കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് KPCC തടയിട്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് പാരമ്പര്യം, പ്രവർത്തന പാരമ്പര്യം എണ്ണിപ്പറഞ്ഞുള്ളൊരു പ്രസംഗം ഒരു ഓർമ്മപ്പെടുത്തലാണോ? ഒപ്പം മറുപടിയും ഉണ്ടല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട് താൻ എങ്ങനെയാണ് ഒരു നേതാവായി വന്നതെന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ എഴുതി പുകഴ്ത്തി ഉണ്ടാക്കിയ നേതാവല്ല താൻ, അങ്ങനെ വളർന്നു വന്ന നേതാവല്ല താനെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. പഴയകാല ചരിത്രങ്ങൾ എടുത്തു പറയുന്നു. സൈക്കിളിൽ പോയി പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. KSUവിന് വേണ്ടി സമരങ്ങൾ നടത്തുകയും അടികൾ വാങ്ങുകയും മർദ്ദനമേൽക്കുകയും ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളർന്നു വന്ന നേതാവാണ് താൻ. സോഷ്യൽ മീഡിയ വഴി എഴുതിയാൽ ഇന്നത്തെ കാലത്ത് ആർക്കും നേതാവാകാൻ പറ്റും. പക്ഷേ താൻ അങ്ങനെ വളർന്നു വന്ന നേതാവല്ല, ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണ നേതാവല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിന്നീട് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പോരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ മറുപടി പറയാനില്ല. അതിൽ പരസ്യമായ വിലക്ക് KPCC പ്രസിഡന്റ് തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഒപ്പം തന്നെ ഈ പരിപാടിയിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം പങ്കെടുത്ത VM സുധീരനും രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി തന്നെയാണ് പ്രസംഗിച്ചിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രിയായിരിക്കെ വളരെ മികച്ച നിലയിലാണ് രമേശ് ചെന്നിത്തല പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവായും വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവല്ലാത്തപ്പോഴും അദ്ദേഹം മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത്. പാരമ്പര്യവും എണ്ണിപ്പറഞ്ഞുള്ള പ്രസംഗമാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.